ഹായ് ഗായ്സ്, ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോവുകയാണ്. ചിക്കൻ വാങ്ങി നമ്മൾ വരുന്ന വഴിയിൽ മീൻ വാങ്ങാൻ വേണ്ടി കയറി. നല്ല അടിപൊളി മീനുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീനൊക്കെ വാങ്ങി അവിടുന്ന് യാത്ര തിരിച്ചു. ഇതാണ് നമ്മളെ കിള്ളിയിലെ പള്ളി കേട്ടോ. കിള്ളിയിലാണ് നമ്മൾ മീൻ വാങ്ങാനും ചിക്കൻ വാങ്ങാനൊക്കെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മളെ കിള്ളിയിലെ പള്ളി കേട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു തട്ടുകടയിൽ ഒരുപാട് പേരിരുന്ന് ചായ കുടിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനും പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കാമെന്ന്. അപ്പോൾ ചായയും പരിപ്പോടയും കഴിച്ചു. ഞങ്ങൾ 3 പേരും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു ചായയും ഒരു കടിയും കഴിക്കുന്നത് ഒരു രസമായിരിക്കും അല്ലേ. അപ്പോൾ വരുന്ന വഴിയിൽ നമ്മൾ ബേക്കറി കയറി. ബേക്കറിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഇസ ബേബി ബാപ്പയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. കാരണം അറിയാലോ ബേക്കറിയിൽ കയറിയ കുട്ടികൾക്ക് എന്താ വേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങി തിരിച്ചു വന്നു. ഇത് അടുത്ത വീട്ടിലെ കൊച്ചാണ്. അപ്പോൾ ഇസ ബേബിയുടെ ഫ്രണ്ടാണ്. അവളെപ്പോൾ വന്നാലും ഇവിടെ കളിക്കാൻ വരാറുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ബാപ്പയും കൂടി. അപ്പോൾ ഇക്ക മുത്തശ്ശനായിട്ട് അവരെ കൂടെ കളിക്കുകയാണ്. കുട്ടികൾക്ക് ഇക്ക ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അവരെ കൂടെ കളിക്കും. അവർ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവരെ കൂടെ കളിക്കും. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും കുഞ്ഞുങ്ങൾ. അപ്പോൾ മുത്തശ്ശനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇക്കയും ഒരു കൊച്ചു കുട്ടിയായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ നല്ല എൻജോയ് ചെയ്യാണ്. ഞാൻ കിച്ചണിൽ ജോലിയിലാണ്. വൈകിട്ട് കഴിക്കാനുള്ള ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടും ചിക്കൻ കറിയുമാണ് നമുക്ക് ഇന്ന് രാത്രി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൊച്ചുങ്ങൾ വന്ന് നോക്കിയിട്ട് പോവുകയാണ്. കുട്ടികൾ അതിനിടയിൽ വന്ന് എന്നെ നോക്കിയിട്ട് പോവും. എന്താ പരിപാടി എന്ന് ചോദിച്ചു അവർ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബിക്ക് ചിക്കൻ പൊരിച്ചത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കാല് പൊരിക്കാനിട്ടു ഞാൻ. പിന്നെ അതിനിടയിൽ കൂടെ നമ്മുടെ പുട്ടിൻ്റെ പരിപാടിയും കറീൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദീപാവലിയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ദീപാവലിയാണ് ഗൈസ്. നമ്മൾ കുറച്ച് പടക്കങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇസ ബേബിക്ക് പടക്കം പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ ബാപ്പ കുറച്ച് പടക്കമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പൊട്ടിക്കണം. അതിനിടയ്ക്ക് നമ്മളെ ജോലികളൊക്കെ നടക്കണം. ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇക്കയും കുഞ്ഞുങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് അവരെ പോയി നോക്കാം എന്താ അവരുടെ പരിപാടിയെന്ന്. അപ്പോൾ കളിയൊക്കെ മാറി ഇപ്പോൾ ഡാൻസിൻ്റെ പരിപാടിയിലേക്കാണ്. അപ്പം നല്ല തകൃതമായിട്ട് അവിടെ ഡാൻസും പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത അയൽവാസികളുണ്ട് കേട്ടോ. ഞാൻ അവരെടുത്തിട്ടില്ല. അടുത്തിരുന്ന് അവർ കാണുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ ആളുകളൊക്കെ ഉണ്ട്, അമ്മമാരുണ്ട്. അതിലുള്ള ഒരു അമ്മ ഒരാൾ ഇറങ്ങിപ്പോയി പടക്കം പൊട്ടിക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ തങ്കു അമ്മ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളവരാണ്. ഞാൻ പറഞ്ഞില്ലേ ഗായ്സ്, നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ടൊരു കുടുംബം പോലെയാണ് നമ്മളവിടെ കഴിയുന്നതെന്ന്. ആരെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ വീട്ടിലുള്ള ആൾക്കാരും ആ വീട്ടിലുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീടാണ് അവിടെ. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുട്ടികളൊക്കെ അവരെ കൂടെ കൂടി പടക്കം പൊട്ടിക്കാൻ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യന്മാരാണ്. അവരെല്ലാവരും കൂടി പടക്കം പൊട്ടിക്കുകയാണ്. അപ്പോൾ ദീപാവലി ആയിരുന്നു. ഞാൻ വീഡിയോ ഇടാൻ വൈകിയതാണ് ഗായ്സ്. ഓരോരോ തിരക്ക് കാരണം. തിരക്കെന്ന് പറയാൻ പറ്റില്ല, മടിയെന്ന് പറയണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ.